ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് വേണു കാണുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വേണു ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, ഇവരിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, എന്താണെങ്കിലും അതൊന്ന് അന്വേഷിച്ച് അപ്പം തന്നെയുള്ള ഡൗട്ടുകൾ അപ്പം തന്നെ തീർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പിന്നെ അനാമികയെ വിളിച്ച് പറയായിരിക്കും ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് അനാമികയും ദേവയാനിയും സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ദേവയാനി അടുത്താണെങ്കിൽ അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് ആദർശേട്ടനെയും നയനയും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നയനയ്ക്ക് എന്തോ ഒരു വയ്യായിക പോലെയാണ് തോന്നിയത്. ഇനിയിപ്പോൾ വല്ല പ്രഗ്നൻറ്റും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ടാണെങ്കിലും ദേവയാനി പറയുന്നുണ്ട്, ഏയ് അതിന് ചാൻസ് ഇല്ല, അവൻ മലയ്ക്കുമോ മാലയിട്ടിരിക്കല്ലേ. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ വല്യമ്മയുടെ മോന് ഇത്രയും നാൾ പറഞ്ഞതും കാര്യങ്ങളും ചെയ്തതൊക്കെ നുണയായിരുന്നു എന്ന് അർത്ഥം. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആവാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ കുത്തിക്കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടന് നയന മാത്രം മതി. ഇവിടെ നിന്ന് സംസാരിക്കാനും കാണാനും പറ്റാത്തതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ വല്ല രോഗം ഉണ്ടായിരിക്കുമോ, എല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയെ അടുത്ത് പറയായിരിക്കും അനാമിക. ശേഷം അനാമിക റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കള്ള ചിരിയോടുകൂടി ദേവയാനിയെ നോക്കുമായിരിക്കും. ഞാൻ പറഞ്ഞതും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള രീതിക്ക് അവിടുന്ന് പോവുമായിരിക്കും. ശേഷം ഡോക്ടറും നയനയെടുത്തും അതുപോലെ തന്നെ ആദർശിൻ്റെ അടുത്തും സംസാരിക്കുകയായിരിക്കും. ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, എന്തായാലും ഇനിയിപ്പോൾ കുറേശ്ശെ പണിയൊക്കെ ചെയ്ത് തുടങ്ങാൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ, എക്സസൈസൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, ഇയാളുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അതുമാത്രമല്ല അമ്മയുടെ കാര്യം പറയുന്നുണ്ട് ഇതിൽ. അമ്മയ്ക്ക് ഇനിയെങ്കിലും സ്നേഹം തിരിച്ചറിയട്ടെ, ആ ഒരു നിമിഷം എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് ഡോക്ടറും സംസാരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ആദർശ് നയനയും കൊണ്ടിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ദേവയാനി ഫോൺ ചെയ്യുമായിരിക്കും. നീ ഇപ്പോൾ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും പറയും, നയനയ്ക്കൊരു തലവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയും, നീ മാത്രമേ അവിടെ ഉള്ളോ, അവളുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ലേ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയും, ഞാനൊരു ഭർത്താവല്ലേ, എനിക്കെന്താണ് എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് തെറ്റ്. എന്നിട്ട് പിന്നെ ചോദിക്കും, അവളെന്താ ഗർഭിണിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അമ്മ എന്ത് ചോദ്യം ഈ ചോദിക്കുന്നത്, ഞാൻ മലയ്ക്കോ മാലിട്ടിരിക്കുകയല്ലേ, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, ഒന്നുമില്ല, എൻ്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചതാണ്, ശരി എന്നാ എന്ന് പറഞ്ഞിങ്ങനെ ഫോൺ വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദർശാണെങ്കിൽ നയനെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുമായിരിക്കും, അമ്മയ്ക്കിപ്പോൾ ഡൗട്ട് നീ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ആരാണ് ആ ഡോണർ എന്ന് അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ കുട്ടിയാണ് ഡോണർ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് ജയനാണെങ്കിലും ദേവയാനിയുടെ അടുത്തേക്ക് വരുമായിരിക്കും. ആ സമയം ദേവയാനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളും നയനയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, പിന്നെ ഭർത്താവല്ലേ ഭാര്യയ്ക്ക് വയ്യെങ്കിൽ കൊണ്ടുപോകേണ്ടത്, നമ്മൾ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം സന്തോഷപൂർവ്വം കഴിഞ്ഞവരെന്നല്ലേ, അപ്പോൾ മക്കളുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്തിനാണ് ഇടപെടുന്നത്, മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാലെങ്കിലും അവരുടെ പാട്ടിന് വിട്ടേക്കണം എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് അവളിങ്ങോട്ട് വരണ്ട എന്നാണ് ആഗ്രഹം. ഇപ്പോൾ അവളാണെങ്കിൽ ഇവിടുന്ന് മാറ്റി നിർത്തിയത് ഇപ്പോൾ ആദർശമായിട്ട് കൂടുതൽ അടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവൻ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നൊന്നും ആലോചിച്ച് കൂട്ടണ്ട, നിനക്ക് ഇപ്പോൾ ഉള്ള ദേഷ്യങ്ങളൊക്കെ പിന്നീട് അത് സ്നേഹമായിട്ട് തന്നെ മാറും, അന്ന് നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ദുഃഖിക്കും എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ല, അവൾ എൻ്റെ മരുമകളെ അല്ല, അനാമിക മോളാണ് എൻ്റെ യഥാർത്ഥ മരുമകളെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, ഇത്രയും നാൾ പറയണ്ടെന്ന് വിചാരിച്ചത് നിനക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ അനാമികയാണ് ഇവിടുത്തെ എല്ലാവരെക്കാളും മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ. അവളുടെ കുടുംബക്കാരും അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്, അവളൊരു നല്ല കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല എന്നിങ്ങനെ പറയുമായിരിക്കും. ആ സമയം ദേവയാനാണെങ്കിലും പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് നയനെ കണ്ടുകൊണ്ട് തോന്നുകയാണ്, അവൾ മാത്രമാണല്ലോ നിങ്ങൾക്ക് കാര്യം, അതുകൊണ്ട് തോന്നുന്നതാണ്, അവൾ നല്ല കുട്ടിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അവളെയാണ്, അവളാണ് നല്ല കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം ജയനാണെങ്കിലും പറയുന്നുണ്ട്, എല്ലാ സത്യവും മനസ്സിലാവുമ്പോൾ നീ ഇത് തന്നെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് ജയൻ അവിടുന്ന് പോവുമായിരിക്കും. അപ്പോൾ ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുമായിരിക്കും ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് അബി പുറത്തോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയായിരിക്കും. ആ സമയം നവ്യാണെങ്കിലും പോയി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ്, ഭക്ഷണം കഴിക്കുന്നില്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിക്കണം എന്ന് പറയുമായിരിക്കും. ആ സമയം നമ്മുടെ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, ഹോ അപ്പോൾ നീയല്ലേ ഇന്ന് ഒരിക്കലാണെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ പിന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നേ, അത് ഞാൻ മറന്നുപോയതാണ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ കഠിന വ്രതം തന്നെ എടുക്കാനും തയ്യാറാണ്, ഇന്ന് ഞാൻ ഭക്ഷണമേ കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, നീ എടുത്തത് തന്നെ, എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ, നീ ഇന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്കൊരു സ്വർണ്ണമാല വാങ്ങിച്ചു തരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ എന്തായാലും നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കും, ഞാൻ ഇന്ന് ഭക്ഷണമേ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ പോയി ഫ്രണ്ടിൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നവ്യാണെങ്കിൽ അബിയെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇത് അബിയെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നവ്യാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, ഇന്ന് അവനെ കൊണ്ട് കുറേ കാശ് മുടപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.